ദുരിതാശ്വാസ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ പുനരധിവാസത്തിനും ആവശ്യമായ അവരുടെ കടം എഴുതിത്തള്ളുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രം സഹായിക്കണം എന്ന് അന്നു മുതലേ ആവശ്യപ്പെട്ട, കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട കാര്യമാണ്. അത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് മാത്രമല്ല, 3 മാസമായിട്ടും ഒരു നയാ പൈസ കേരളത്തിലെ ഈ ദുരന്തം, ഈ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് സഹായമായിട്ട് അനുവദിച്ചില്ല എന്നുള്ള ഏറ്റവും ശക്തിയായ കേരളത്തിൻ്റെ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവിടെ നടക്കാൻ പോകുന്ന വലിയ പ്രതിഷേധം. കേരളം മുഴുവൻ പ്രതിഷേധത്തിൽ തന്നെയാണ്. അതാണ്. അല്ല, പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഗവൺമെൻറ് കേരളത്തിൻ്റെ പരിധിക്കകത്തു നിന്നുകൊണ്ട് പുനരധിവാസം ശക്തിയായി കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾ ഒരുപാട് സഹായങ്ങൾ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് ഫലപ്രദമായിട്ട് പുനരധിവാസം ലോകമാതൃകയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരുന്നതാണ് കേന്ദ്രം. അല്ല, എങ്ങനെ? തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി അല്ല, തിരഞ്ഞെടുപ്പ് ഇവിടെ മാത്രം ഇപ്പം തീർന്നില്ലല്ലോ. വയനാട് തീരുന്നവരെ മിണ്ടാണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പം അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ശക്തിയായ നിലപാട് അവരെടുത്തിരിക്കുകയാണ്. അതായത് കേരളത്തോടാണ് അമർഷം. കേരളത്തിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക മുന്നേറ്റവും സൃഷ്ടിക്കാൻ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ്. അല്ല, വേറെന്ത് കാര്യമാണ്? ബിജെപി നേതാക്കൾ പറയുന്ന പ്രധാനമന്ത്രി വന്നതുകൊണ്ട് മാത്രം പ്രത്യേക സഹായം ലഭിക്കില്ല എന്നുള്ളതാണ്. അല്ല, പ്രധാനമന്ത്രിയാണല്ലോ പറഞ്ഞത് സഹായം നൽകുന്നു. ആ സഹായം കിട്ടണ്ടേ? അതിനെന്താ ബി ജെ പിക്കാർക്ക് മറുപടിയുള്ളത്? ഒരു മറുപടിയില്ല. യുഡിഎഫ് നേതാക്കളൊക്കെ ആരോപിക്കുന്നത് സഹായം മേടിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടായിരുന്നു. അത് എല്ലാ കാലത്തും കേരള വിരുദ്ധ നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.